ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 1-ാം ക്ലാസ്സിലെ 1-ാമത്തെ യൂണിറ്റിലെ 4-ാമത്തെ പാഠം. ഈ ചിത്രത്തിൽ എന്താണ് തന്നിരിക്കുന്നത്? ഒരു കപ്പിൻ്റെ ചിത്രമാണ്. ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് എന്ന അക്ഷരമാണ്. അലിഫിന് മുകളിൽ ഒരു അംസ് വരയ്ക്കുക. അതിന് മുകളിലായി ഒരു സുക്കൂനിട്ടാൽ എന്നാണ് വായിക്കുക. ഇനി നമുക്ക് ഈ പാഠം നോക്കാം. കഅ്സ്, കഅ്സ്, റഅ്സുൻ, ഫഅ്റുൻ, ഫഅ്റുൻ, ഫഅ്സുൻ, ഫഅ്സുൻ. എന്ന അക്ഷരം പഠിച്ചു. ഇനി അതിൻ്റെ താഴെ അലിഫ്, അംസ്, ഫതഹ്, ആ, ഉ, ഇ, ബ, ആ, ഉ, ഇ, ബ. അലിഫിന് മുകളിൽ അംസ് എഴുതി ഫതഹ് ഇട്ടാൽ ആ എന്നാണ് വായിക്കുക. അംസ് എഴുതി ഫതഹ് ഇട്ടാൽ, അലിഫ് ഇല്ലാതെ അംസ് ഇട്ട് ഫതഹ് ഇട്ടാൽ ആ എന്നാണ് വായിക്കുക. അതുപോലെ തന്നെ ഉ എന്നെഴുതുമ്പോഴും അലിഫ് ഉണ്ടെങ്കിലും അംസ് എഴുതി ഫതഹ് ഇട്ടാൽ ഉ എന്ന് വായിക്കും. അലിഫ് ഇല്ലെങ്കിലും ഹംസക്ക് ഫതഹ് ഇട്ടാൽ ഉ എന്ന് വായിക്കും. അതുപോലെ തന്നെ ഈ എന്നും 2 രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ബ എന്ന് 2 രൂപത്തിൽ, എന്നതിന് സുക്കൂന് 2 രൂപത്തിൽ തന്നിട്ടുണ്ട്. അത് നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഇനി അതിൻ്റെ താഴെ ഫതഹ്, ലമ്മ്, കസർ, സുക്കൂന്, സുക്കൂന് 2 രൂപത്തിലാണ് സുക്കൂന് എഴുതുന്നത്. അത് കുട്ടികളെ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കാം. ഇനി അടുത്ത പേജ്. നഖ്റഉ, വായിക്കുക. ആദ്യത്തെ കോളത്തിൽ ഇ, ഉ, ആ, ബ, ബ. 2 രീതിയിൽ എഴുതാം എന്ന് പറഞ്ഞില്ലേ, ആ ബ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് നുഷീറു ഇല, എന്നത് അടയാളപ്പെടുത്താനാണ്. ആദ്യത്തേത് വായിക്കുക. ബഅ്സുൻ, അതിൽ എന്നത് അടയാളപ്പെടുത്തുക. സഅല, അതിൽ ആ എന്നാണ്, അത് അടയാളപ്പെടുത്തണ്ട. റഅ്സുൻ, അതിൽ എന്നത് അടയാളപ്പെടുത്താം. അടുത്തത് നർസും, അതുപോലെ അതുമ്മ എഴുതാം. അതിൻ്റെ അടുത്തത് നഹ്ദി, ആ എന്ന അക്ഷരം ഈ അറ്റത്തുള്ള ആയിലേക്ക് ഒരു പെൻസിൽ വെച്ചിട്ട് ആ വളവ് കൂടെ വരഞ്ഞു കൊടുക്കാം. ഉ, ഇ, ഈ 3 അക്ഷരങ്ങളും അതേ അക്ഷരങ്ങൾ ഈ അറ്റത്തുള്ളതിലേക്ക് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. നക്തുബ്, എഴുതുക. ആ, അതുപോലെ താഴത്തേക്ക് 5 ലൈൻ ഉണ്ട്. അതുപോലെ ആ, ഉ, ഇ, ബ, അതുപോലെ എഴുതാം. അതിൻ്റെ ഇടയിൽ നക്തഷിഫു, വീണ്ടും മിനൽ ഖുർആൻ, ഖുർആനിലുള്ളതാണ് തന്നിരിക്കുന്ന കോളത്തിൽ. അതിൽ എന്ന അക്ഷരം തിരിച്ചറിഞ്ഞ് വട്ടം വരയ്ക്കാം. ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും, അതിൽ ഫഅ്തു എന്നതിൽ ഒരു ഉണ്ട്, അതിന് വട്ടം വരയ്ക്കുക. അതിൻ്റെ അവസാനം ശിഅ്തും എന്നതിൽ ഒരു ഉണ്ട്. 2 രൂപത്തിലാണ് രണ്ടും എഴുതിയിരിക്കുന്നത്. രണ്ടും എന്ന് തന്നെയാണ് വായിക്കുക. അത് കുട്ടികൾ മനസ്സിലാക്കി അതിന് 2നും വട്ടം വരയ്ക്കാം. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കുന്നു. 1-ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.